രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരി സുധീഷ്ണിയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾക്ക് പിടിവീണു. മഹാരാഷ്ട്ര സ്വദേശി സന്തോഷിനെ മുംബൈയിലെത്തിയാണ് മട്ടാഞ്ചേരി പോലീസ് സംഘം അതിസാഹസികമായി പിടികൂടിയത്. 51 ലക്ഷം രൂപയാണ് ഇയാളുടെ മാത്രം അക്കൗണ്ടിലേക്ക് എത്തിയത്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളെയാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ കേരള പോലീസ് പിടികൂടുന്നത്. മട്ടാഞ്ചേരിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മഹാരാഷ്ട്രയിലെത്തിയാണ് പ്രതി സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി വലയിലാകുന്നത്. മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ പണം അടയ്ക്കണമെന്നുമായിരുന്നു മട്ടാഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മയെ തട്ടിപ്പ് സംഘം വിശ്വസിപ്പിച്ചത്. 2,88,00,000 രൂപയാണ് മട്ടാഞ്ചേരി സ്വദേശിനിയിൽ നിന്നും ഭർത്താവിൽ നിന്നും തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. കോടതി മുറിയും ജഡ്ജിയുമടക്കം വ്യാജമായി സെറ്റിട്ട് തട്ടിപ്പ് സംഘം പരാതിക്കാരെയും ഭർത്താവിനെയും വിശ്വസിപ്പിക്കുകയായിരുന്നു. പണമടച്ച് കേസിന്റെ നടപടികൾ പൂർത്തിയായാൽ പണം തിരികെ അക്കൗണ്ടിലേക്ക് തന്നെ വരുമെന്നായിരുന്നു വാഗ്ദാനം. ലോണെടുത്തും സ്വർണം പണയം വെച്ചുമാണ് 12 തവണകളിലായി ഇത്രയും വലിയ തുക തട്ടിപ്പ് സംഘത്തിന് ഇവർ കൈമാറിയത്. പ്രതികൾ വിശ്വസിപ്പിച്ചതനുസരിച്ച് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വഞ്ചിതരായ വിവരം മനസ്സിലായത്. പിന്നാലെ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത്. തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ 51 ലക്ഷം രൂപ മാതൃക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്കായിരുന്നു ഇയാൾ മാറ്റിയത്. ഈ പണം പിന്നീട് മറ്റു പല അക്കൗണ്ടുകളിലേക്ക് കൂടി മാറ്റുകയും ചെയ്തു. തട്ടിപ്പ് സംഘത്തിലെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളും നടന്നുവരുന്നു. ഇതേ സംഘടനയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഇതിനു മുമ്പും പ്രതി സൈബർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണം തിരികെ പിടിക്കുന്നതിനടക്കമുള്ള നടപടികളും സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.